ഗസയിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് ഒരുങ്ങുന്നു. 7000 സായുധ സേനാംഗങ്ങളെ ഹമാസ് തിരിച്ചു വിളിച്ചുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ. മേഖലയിൽ സൈനിക പശ്ചാത്തലമുള്ള 5 പുതിയ ഗവർണേഴ്സിനെയും ഹമാസ് നിയമിച്ചു. ഗസയിലെ പുതിയ ഹമാസ് ചിത്രങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ് ഗസയിലെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന് വലിയ പ്രതീക്ഷകൾക്കിടെയാണ്, വലിയ ആശാവഹമായ വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ഗസയിൽ വീണ്ടും അവരുടെ ഹമാസിന്റെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഹമാസ് ശ്രമങ്ങൾ തുടരുന്നു. ഹമാസിനോട് പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ട്രംപും നെതന്യാഹുവും, അത് മാത്രമല്ല ഈ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അങ്ങനെയായിരുന്നു തീരുമാനങ്ങൾ വന്ന്. അതിനിടയിലാണ് 7000 സായുധ സേനാംഗങ്ങളോട് വീണ്ടും ഗസയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഹമാസിന്റെ നേതൃത്വം നിർദ്ദേശം നൽകിയതായി വിവരമുണ്ട്. അത് ടെക്സ്റ്റ് മെസ്സേജുകൾ വഴി അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഗസയെ 5 മേഖലകളായി തിരിച്ച് 5 സായുധ ഗവർണർമാർക്ക്, അതായത് ഈ സായുധ സേനാംഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി 5 ഗവർണർമാരുടെ നേതൃത്വത്തിൽ ഗസയെ 5 മേഖലകളാക്കി തിരിക്കാനും കൂടി ഇപ്പോൾ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ വലിയ പുതിയ തീരുമാനവും ഏറ്റവും നിർണായകമായ പ്രഖ്യാപനവും കാണേണ്ടി വരും. കാരണം വലിയ സമാധാന ചർച്ചകൾ, ഈ 20 നിർദ്ദേശങ്ങളും അതിൻ്റെ പുറത്തുള്ള ചർച്ചകളും പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തീരുമാനവും അത് വരുന്നത്. അത് വളരെ നിർണായകമാണ്. കാരണം സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ പൂർണ്ണമായും ഹമാസ് ആ മേഖലയിൽ നിന്നും ഗസയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കണം. ഹമാസിന്റെ നിരായുധീകരണമുണ്ട്. ഗസയുടെ അധികാരത്തിന്മേൽ ഹമാസിന് പങ്കുണ്ടാകില്ല എന്ന കാര്യങ്ങളിലൊക്കെ ഇത് തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് 7000 സൈനികരെ, 7000 സായുധ സേനാംഗങ്ങളെ അവിടേക്ക് നിശ്ചയിക്കാൻ തീരുമാനമെടുക്കുന്നത്. അതൊരു വലിയ തീരുമാനമായി മാറും. നാളെ വരും ദിവസങ്ങളിലെ ചർച്ചകൾ ഇതായിരിക്കും. ഒരു പക്ഷേ ഈ ചർച്ചകളുടെ ഭാവി, ഗസയുടെ സമാധാനം ഒക്കെ ഭാവിയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. ഒരു കാരണവശാലും അവിടെ ഇപ്പോൾ ഇസ്രായേൽ തന്നെ ആ മേഖലയിൽ നിന്നും പൂർണ്ണമായി മാറി ഒരു നിശ്ചിത മേഖലയിലേക്ക് മാറി നിൽക്കാൻ ഇസ്രായേൽ തന്നെ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സൈന്യം തന്നെ ഗസയിൽ നിന്നും പൂർണ്ണമായി മാറുകയും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നത് അവസാനിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഗസയിലേക്ക് വീണ്ടും ഹമാസ് സൈനികരെ കൊണ്ടുവരുന്നത് ഈ മൊത്തത്തിലുള്ള ഈ സമാധാന തീരുമാനത്തെ വേണമെങ്കിൽ അതിനൊരു തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ മർവാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില ആളുകളെ വിട്ടു നൽകണം, അതായത് ബന്ദികളാക്കിപ്പെട്ട ചില ആളുകളെ വിട്ടു നൽകണം എന്നുകൂടി ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ആ തീരുമാനം ഇപ്പോൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുകൂടിയാണ് വിവരങ്ങൾ വരുന്നത്. അതായത് ഹമാസ് ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും വിട്ടു നൽകാൻ സാധ്യമല്ല എന്നുകൂടി ഇസ്രായേൽ പറയുന്നുണ്ട്. അങ്ങനെ ഗസയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്. ഏതായാലും നാളെയും മറ്റന്നാളുമായി തിങ്കളാഴ്ചയോടുകൂടി തന്നെ എല്ലാ ബന്ദികളുടെയും മോചനം പൂർത്തിയാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് ഉടൻ എത്തുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.